100 സ്ത്രീ ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പുറത്താക്കി KSRTCയുടെ ക്രൂരത. 20 വർഷം വരെ സർവീസ് ഉള്ളവരെയാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പുറത്താക്കിയത്. മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പരാതി നൽകിയിട്ടും ജീവനക്കാരെ തിരിച്ചെടുക്കാൻ നടപടിയും ഉണ്ടായില്ല. എനിക്കിപ്പോൾ 52 വയസ്സായി, 60 വയസ്സ് വരെ ഉണ്ടല്ലോ എന്ന് കരുതിയൊക്കെ എടുത്ത് സാർ. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മുടെ വരുമാനം നിലച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല സാർ. സ്റ്റക്കായിപ്പോയി സത്യം പറഞ്ഞ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നെക്കാളും പരിതാപകരമായ അവസ്ഥ ഉള്ളവരും ഉണ്ട് സാറ്, ഒത്തിരി പേരുണ്ട്. ഇത് ബീന മുഹമ്മദ്. 16 വർഷം KSRTCയിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു. ശമ്പളം നൽകാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴും KSRTCയെ കുറ്റം പറഞ്ഞില്ല. നല്ല കാലം വരുമെന്നോർത്ത് കൂടെ നിന്നു. എന്നാൽ KSRTC കൊടും ചതിയാണ് ബീനയെ പോലുള്ള 100ഓളം സ്ത്രീകളോട് ചെയ്തത്. നമ്മുടെ KSRTC മന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, പിന്നെ AKG സെന്റർ എല്ലാ സ്ഥലങ്ങളിലും പോയി സാർ. അപ്പോൾ എല്ലാവരും നിങ്ങളെ മാറ്റിയിട്ടില്ല, എടുക്കും പറഞ്ഞിപ്പോൾ 6 മാസമായി സാർ. പിരിച്ചുവിടപ്പെട്ടത് ഏറെയും നിർധനരായ സ്ത്രീകളാണ്. മറ്റൊരു ജോലി കണ്ടെത്താൻ കഴിയില്ല. പലരുടെയും പ്രായവും കടന്നുപോയി. 190 താൽക്കാലിക ജീവനക്കാർ ഉണ്ടായിരുന്നതിൽ 100 പേരെയാണ് ജൂലൈ മുതൽ മുന്നറിയിപ്പില്ലാതെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ള 90 പേർക്ക് അധിക ഡ്യൂട്ടി നൽകിയാണ് ഓഫീസ് ജോലികൾ തീർക്കുന്നതും. അതായത് ചെലവ് കുറയ്ക്കുകയായിരുന്നു KSRTCയുടെ ലക്ഷ്യമെങ്കിൽ അത് ഫലം കണ്ടില്ല. ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല. പിരിച്ചുവിടപ്പെട്ടത് താൽക്കാലിക ജീവനക്കാരായതിനാൽ എന്തിനും പ്രതിഷേധം നടത്തുന്ന തൊഴിലാളി യൂണിയനുകൾക്കും മിണ്ടാട്ടമില്ല. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.